നമസ്കാരം. കൊടുമ്പിരി കൊണ്ട പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. ആവേശത്തിന് ഇന്ന് പരിസമാപ്തിയാകുമ്പോൾ നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷം. സമാധാനം പുലരുമോ എന്നാണ് ലോകരാഷ്ട്രങ്ങളടക്കം ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്ത് മഴ തുടരുന്നു, മഴക്കെടുതിയും രൂക്ഷം. ഈ മണിക്കൂർ വരെയുള്ള സമഗ്രമായ വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആവേശ കൊടുമുടിയിലേക്ക് നിലമ്പൂർ. കൊട്ടിക്കലാശം വൈകിട്ട്. റോഡ് ഷോകളുമായി സ്ഥാനാർത്ഥികൾ. LDF നടത്തിയത് പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയ പ്രചരണമെന്ന് VD സതീശൻ. വർഗീയതയ്ക്ക് അനുകൂലമായ ഒരു നിലപാടും LDF സ്വീകരിച്ചിട്ടില്ലെന്ന് TP രാമകൃഷ്ണൻ. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷം. ഇറാന്റെ പുതിയ വാർ ടൈം ചീഫ് ഓഫ് സ്റ്റാഫ് അലി ഷത്മാനിയെ വധിച്ചതായി ഇസ്രായേൽ സേന. ടെഹ്റാനിൽ നിന്നുമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ അർമേനിയൻ അതിർത്തിയിലെത്തിച്ചു. 110 പേരടങ്ങുന്ന ആദ്യ സംഘം നാളെ ഡൽഹിയിലെത്തും. സംഘർഷം അവസാനിപ്പിക്കണമെന്ന G7 ഉച്ചകോടി പ്രസ്താവനയിൽ ഒപ്പിടാതെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങി. G7 ഉച്ചകോടിയിൽ നിർണായക ചർച്ച. വഷളായ ഇന്ത്യ കാനഡ ബന്ധം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. തിരിച്ചുവിളിച്ച നയതന്ത്ര ഉദ്യോഗസ്ഥരെ വീണ്ടും നിയമിച്ചേക്കും. കണ്ണൂരും കാസർഗോഡും കനത്ത മഴ തുടരുന്നു. പലയിടത്തും വെള്ളക്കെട്ട്. തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. കൊച്ചി ചെല്ലാനത്ത് പ്രതിഷേധം ശക്തം. തൃശൂരിൽ മരം വീണ് 2 വീടുകൾക്ക് കേടുപാട്. ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധം. കേരള സർവകലാശാല ആസ്ഥാനത്ത് ബാനർ ഉയർത്തുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. RSSകാരുടെ ഭാരതാംബയെ അറിയില്ലെന്ന് ബിനോയ് വിശ്വം. ഉച്ചവാർത്ത ആദ്യം പോകുന്നത് നിലമ്പൂരിലേക്കാണ്. ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നിലമ്പൂർ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 5 മണിക്ക് നിലമ്പൂർ ടൗണിലാണ് കൊട്ടിക്കലാശം. രാവിലെ മുതൽ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ആരംഭിച്ചിരുന്നു. നഗരത്തിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം PV അൻവർ കൊട്ടിക്കലാശം ഒഴിവാക്കിയിട്ടുണ്ട്. PV അൻവർ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വീട്ടിൽ പോയി സന്ദർശിച്ചു. നിലമ്പൂരിൽ നിന്നും വിവരങ്ങൾ അരവിന്ദൻ നൽകും. അരവിന്ദൻ, പരസ്യപ്രചാരണത്തിന് മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് പെട്ടിയിലാക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. കൊട്ടിക്കലാശം വൈകിട്ടുണ്ട്. എങ്ങനെയാണ് കൊട്ടിക്കലാശത്തിന്റെയൊക്കെ ക്രമീകരണങ്ങൾ? ഒപ്പം ഈ പ്രചാരണം എങ്ങനെ പുരോഗമിക്കുന്നു അരവിന്ദൻ? ഇനി 5 മണിക്കൂർ മാത്രമാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് അവശേഷിക്കുന്നത്. ഈ അവസാന മണിക്കൂറുകൾ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും. അതിനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. കൊട്ടിക്കലാശം 3 മണിയോടുകൂടി തന്നെ ആരംഭിക്കും. ആര്യാടൻ ഷൗക്കത്ത് വഴിക്കടവത്തിൽ നിന്നാണ് റോഡ് ഷോ ആയിട്ടാണ് നിലമ്പൂരിലേക്ക് എത്തുന്നത്. 4 മണിയോടെ ആര്യാടൻ ഷൗക്കത്ത് റോഡ് ഷോ ആയി നിലമ്പൂരിലെത്തും. ഒപ്പം തന്നെ അവർക്ക് പ്രത്യേകം അനുവദിച്ച സ്ഥലമുണ്ട്. അവിടെയായിരിക്കും ഷൗക്കത്തിന്റെ UDFന്റെ കൊട്ടിക്കലാശം. BJP സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയും ആ 4 മണിയോടുകൂടി നിലമ്പൂരിലെത്തും. ഇവർക്കെല്ലാം പ്രത്യേക സ്ഥലങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട്. ഇവിടെ വെച്ചായിരിക്കും ഉണ്ടാവുക. അതേസമയം നേതാക്കളെല്ലാം അവസാന നിമിഷവും പ്രചരണത്തിലാണ്. വിവിധ ആയുധങ്ങൾ പുറത്തെടുക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് A വിജയരാഘവൻ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് VV പ്രകാശൻ, അതായത് കഴിഞ്ഞ തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശൻ അദ്ദേഹം അന്തരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആര്യാടൻ ഷൗക്കത്ത് ഇതുവരെ വോട്ട് ചോദിക്കാനോ മറ്റോ കാര്യങ്ങൾക്കോ എത്തിയിരുന്നില്ല. അതാണ് അവസാന നിമിഷം ഇപ്പോൾ LDF പ്രചരണായുധമാക്കുന്നത്. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളാണ് പ്രചരണായുധമാക്കുന്നത്. PV അൻവർ ഇന്ന് വൈകിട്ട് കൊട്ടിക്കലാശം ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹവും അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. അങ്ങനെ എല്ലാ മുന്നണികളും പരസ്പരം അവസാന നിമിഷത്തിലും പോരടിക്കുകയും വോട്ടുറപ്പിക്കാനുള്ള ശ്രമവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് നിലമ്പൂര്. പരസ്യപ്രചാരണം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നിലമ്പൂർ ടൗണിൽ കൊട്ടിക്കലാശമുണ്ട്. അല്പസമയത്തിനകം PV അൻവർ മാധ്യമങ്ങളെ കാണുമെന്നാണ് അരവിന്ദൻ വ്യക്തമാക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയ പ്രചാരണം LDF നിലമ്പൂരിൽ നടത്തിയെന്ന് VD സതീശൻ. ജനങ്ങൾ ഈ പ്രചാരണങ്ങൾ തള്ളിക്കളയും. പ്രതിപക്ഷമുയർത്തിയ 7 ചോദ്യങ്ങൾക്ക് സർക്കാരിനും പിണറായിക്കും മറുപടിയില്ല. കാർഷിക പ്രശ്നങ്ങളും ക്ഷേമ പെൻഷൻ പ്രശ്നവുമെല്ലാം ഉയർത്തിയാണ് UDF പ്രചാരണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. UDF അധികാരത്തിലെത്തുമ്പോൾ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു.
ഞങ്ങൾ സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണത്തെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാനാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചത്. പ്രതിപക്ഷം ഉയർത്തിയ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ LDF നേതാക്കളോ ഇതുവരെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. നിലമ്പൂരിൽ മികച്ച വിജയം നേടുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സർക്കാർ ഇതുവരെ സ്വീകരിച്ച നിലപാടുകളും നടപടികളും വോട്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത്. വർഗീയതയ്ക്ക് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രചാരണത്തിന് എത്തിച്ചതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ തുടരണം എന്ന നിലപാടിൻ്റെ പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയം പറയുന്നില്ല എന്ന അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപം UDF കേന്ദ്രങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉയർന്നു വരികയുണ്ടായി. അത് വസ്തുതാ വിരുദ്ധമാണ്. നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ ഇവിടുത്തെ UDF കേരളത്തിലെ UDFൻ്റെ നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. നിലമ്പൂരിൽ UDFന് നല്ല ആത്മവിശ്വാസമുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിന് നിലമ്പൂരിൽ മറുപടിയുണ്ടാകും. വന്യജീവി സംഘർഷം, കാർഷിക മേഖലയിലെ തകർച്ച തുടങ്ങിയവയ്ക്ക് നിലമ്പൂരിലെ ജനത മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ LDFൻ്റെ ഇരട്ടത്താപ്പ്, ജനവിരുദ്ധ നയങ്ങൾ, മലപ്പുറം ജില്ലയെ അവഹേളിച്ചത്, ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട. അതുപോലെ തന്നെ ആശാ വർക്കർമാർക്ക് ഒരു 10 രൂപ കൂട്ടിക്കൊടുക്കാൻ ഗവൺമെൻറ്റിന് പൈസയില്ല. PSC ചെയർമാൻ്റെ ശമ്പളം 4,10,000 മുഖ്യമന്ത്രിയുടെ PR ഏജൻസി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം UDF പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നിലമ്പൂരിൽ LDF വ്യക്തമായ ഭൂരിപക്ഷം നേടി വിജയിക്കും. അന്തമായ ഇടതുപക്ഷ വിരുദ്ധതയാണ് LDFനുള്ളതെന്നും ബിനോയ് വിശ്വം തിരുവനന്തപുരത്ത് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പുണ്ട്, LDFന് ഉറപ്പുണ്ട്. സഖാവ് സ്വരാജ് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടി അവിടെ ജയിക്കാൻ പോവുകയാണ്. നാൾക്കുനാൾ LDF അനുകൂലമായ കാറ്റ് നിലമ്പൂരിൽ ശക്തിപ്പെടുകയാണ്. അതിൻ്റെ തീരുമാനവുമായിട്ടായിരിക്കും 19-ാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നതെന്ന് LDF വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാൻ LDF ശ്രമിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ ആരോപണം. LDF ഭരണത്തിന്റെ പരാജയം കൊണ്ടുകൂടിയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. UDF ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, അതേ രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു ഭരണം. നിലമ്പൂരാണ് തെരഞ്ഞെടുപ്പ് എങ്കിലും ഇത് UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു സാമ്പിളായിരിക്കും. കഴിഞ്ഞ 24 ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം കേന്ദ്രീകരിച്ചത് നിലമ്പൂരിലായിരുന്നു. പരമാവധി വോട്ടുകൾ സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് എത്തിക്കാൻ കഠിന പ്രയത്നത്തിലായിരുന്നു നേതാക്കൾ. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനായി ചാണ്ടി ഉമ്മൻ സൈക്കിളിലായിരുന്നു വോട്ട് പിടിക്കാൻ ഇറങ്ങിയത്. നിലമ്പൂർ എടക്കരയിൽ അതിരാവിലെ സൈക്കിളിന്റെ മണിനാഥം കേട്ട് വീടിന് പുറത്തിറങ്ങിയ പലരും അതിഥിയെ കണ്ട് അത്ഭുതപ്പെട്ടു. സൈക്കിളിൽ ആര്യാടൻ ഷൗക്കത്തിനായി വോട്ടുറപ്പിക്കാൻ എത്തിയത് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനായിരുന്നു. പുതുപ്പള്ളിയുമായി ആത്മബന്ധമുള്ള നിരവധി പേരുള്ള എടക്കര പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതല UDF നേതൃത്വം നൽകിയത് ചാണ്ടി ഉമ്മനായിരുന്നു. തീർച്ചയായിട്ടും ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇടമായിട്ടാണ് ഞാനിതിനെ പറയുന്നത്. അതിന് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ല. ഇടതുപക്ഷക്കാർ പോലും വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്നൊരു കാഴ്ച എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ഒരു നാട്ടിൽ വന്ന് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഇത്രയും ദിവസം പങ്കെടുക്കുവാൻ സാധിച്ചത് അതിയായ സന്തോഷവും ചരിതാർത്ഥ്യമുണ്ട്. പിന്നെ ഒത്തിരി പുതുപ്പള്ളിക്കാരുണ്ട്. അതാണ് ഏക പ്രശ്നം. മിനിമം ഒരു 10,000 പേരുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും തിരിച്ചു വരണമെന്നുള്ളത് ഞാൻ പറയുന്നത്.
അതിവേഗം ബഹുദൂരമെന്ന ഉമ്മൻചാണ്ടിയുടെ സന്ദേശം ഉൾക്കൊണ്ട ചാണ്ടി ഉമ്മൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് 3000 വീടുകളിലാണ് സന്ദർശനം നടത്തി വോട്ട് ഉറപ്പിച്ചത്. 3000-നോട് അടുക്കുകയാണ്, 3000-നോട് അടുത്ത് ചെല്ലുകയാണ്. കുറച്ച് ഒരു 10-20 വീട് കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ 3000 ക്രോസ് ചെയ്യും. അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ്. തൊഴിലുറപ്പുകാർ ഉൾപ്പെടെയുള്ള നാട്ടുകാരോട് വിശേഷങ്ങൾ പറഞ്ഞും പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞുമാണ് വോട്ട് പിടുത്തം. അമൃത ന്യൂസ്, മലപ്പുറം. ഇപ്പോൾ നിലമ്പൂരിൽ എ വിജയരാഘവൻ സംസാരിക്കുന്നു. അതിലേക്ക് എല്ലാവരും കണ്ടില്ലേ, നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഈ വിവരം? അപ്പോൾ നമുക്ക് ആ വാഹനം പരിശോധിച്ചുകൊണ്ടിരുന്നു. ആ പരിശോധനയ്ക്ക് വിധേയരായ ആരും അതിനെ രാഷ്ട്രീയമായ ഒരു ലാഭം ഉണ്ടാക്കാൻ വിനിയോഗിച്ചില്ല. എത്രയോ ആളുകൂടെ ഇവിടെ പരിശോധിച്ചില്ലേ? അവരാരെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ അതിനുപയോഗിച്ചോ? ഞങ്ങളെ പരിശോധിച്ചു എന്ന് പറയേണ്ട കാര്യം. ഇതൊക്കെ അങ്ങനെ നാട്ടുനടപ്പ് പോലെ പരിശോധിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുക, അതിനെയും ഒരു രാഷ്ട്രീയ നാടകമാക്കി മാറ്റുക. അതൊക്കെ ഞാൻ നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങളോട്, നമ്മളെ ന്യൂജൻ കോൺഗ്രസ് അവർ. അപ്പോൾ അവരങ്ങനെയൊക്കെ ഒരു ശ്രമം നടത്തി നോക്കി. അതിൽ ആകെ പാളിപ്പോയി. ബാക്കി കാര്യത്തിന് ഞാൻ വീണ്ടും ഞാൻ ഒരു 2 ദിവസം മുമ്പിനോട് ചോദിച്ചൊരു ചോദ്യം, അത് ഞാൻ അപ്പം തന്നെ സംഗതി മറുപടി പറഞ്ഞു. നമ്മുടെ പുതിയ കോൺഗ്രസ് അവർ കുട്ടികളാണ്. അപ്പോൾ അവർ ഒന്ന് അങ്ങനെ പെരുമാറിപ്പോയി. അവിടെ അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാവാം. ഇനി ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്കെതിരെ പ്രതിഷേധവുമായി SFI. ഗവർണർക്കെതിരെ ബാനർ എഴുതിയാണ് SFI പ്രതിഷേധിച്ചത്. രാജീവ് ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഫ്ലെക്സ് യൂണിവേഴ്സിറ്റിയുടെ തൂണിൽ കെട്ടിയിരുന്നുവെങ്കിലും ഗവർണർ എത്തിയപ്പോഴേക്കും പോലീസ് അഴിച്ചുമാറ്റി. സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഗവർണർ മടങ്ങിയപ്പോൾ SFI പ്രവർത്തകർ ബാനർ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. അംബേദ്കറിനെയും കണ്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ കയറണം എന്നുള്ളതാണ് നമ്മൾ നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വലിയ പ്രതിഷേധം SFI ഉയർത്തിയിരുന്നു. അന്നും ആരോപിച്ചിരുന്നത് ഗവർണർ സർവകലാശാലകളെ കാഴ്വൽക്കരിക്കുന്നുവെന്നാണ്. അതേ ആരോപണം ഇവിടെ ഉന്നയിക്കുന്നത്. നിലവിൽ സർവകലാശാലകളെന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കേന്ദ്രമാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയെ രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അരപ്പട്ട കെട്ടിയ സ്വർണ്ണക്കിരീടം വെച്ച സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന ഇന്ത്യയുടേതല്ലാത്ത ഒരു ഭൂപടമുള്ള ഭാരതാംബയെ അറിയില്ലെന്നും ആരും ഒളിച്ചു കടത്തേണ്ട എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇന്ത്യയുടെ പതാക പിടിച്ച ഭാരതാംബയെ CPI അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിന് അതിനെപ്പറ്റി അറിയില്ലെന്നും RSSകാരുടെ ഭാരതാംബയോട് വിയോജിപ്പാണെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഗോൾവാക്കറേയും മാത്രം വെച്ചാൽ പോരാ, സവർക്കറും കൂടി ആയാലേ അത് പൂർത്തിയാകുമെന്ന് ഞങ്ങളന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ പറഞ്ഞിരുന്നു ഞങ്ങൾ. ഹെഡ് ഗേവാറാകാമെങ്കിൽ, ഗോൾവാക്കറാകാമെങ്കിൽ സവർക്കറുമാകാമല്ലോ. അതെല്ലാം വെച്ചുകൊണ്ടുള്ളൊരു കാര്യാലയമായി രാജ്ഭവനെ മാറ്റാൻ ശ്രമിച്ചാലും ആ ശ്രമം ജനാധിപത്യ ഇന്ത്യക്ക്, മതേതര ഇന്ത്യക്ക്, ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഇന്ത്യക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത ഒരു RSS രാഷ്ട്രീയത്തിൻ്റെ കാൽവയ്പായിരിക്കുന്നത്. ഇന്ത്യക്ക് ഔദ്യോഗിക ഭാരതാംബ ഇല്ലെന്നും ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ എന്നും മന്ത്രി P. പ്രസാദ്. ഭാരതാംബയുടെ പിന്നിലുള്ള ഭൂപടം ഇന്ത്യയുടേതല്ലാത്ത ഭൂപടം എങ്ങനെ ഔദ്യോഗിക പരിപാടിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നും മന്ത്രി തൊടുപുഴയിൽ ചോദിച്ചു. അതിൽ പറയുന്നത് ദേശീയ പതാക ഭാരതാംബയെ പങ്കെടുക്കില്ല എന്ന് നിലപാട്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കണമെന്നാവശ്യപ്പെട്ട് ABVP നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
ഇസ്രായേൽ ഇറാൻ സംഘർഷം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. കനത്ത ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാനിൽ നടത്തിയത്. ഇറാന്റെ പുതിയ വാർ ടൈം ചീഫ് ഓഫ് സ്റ്റാഫ് അലി ഷത്മാനിയെ വധിച്ചതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ വധിക്കുമെന്നും ഇറാനിൽ ഭരണമാറ്റം ഉറപ്പാക്കുമെന്നും അതോടെ ഇറാനിൽ നിന്നുമുള്ള ആണവ ഭീഷണിയടക്കം ഇല്ലാതാക്കുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ ഇതുവരെ കാണാത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കി. ടെൽ അവീവിൽ നിന്നും ജനങ്ങളെ ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന്റെ തത്സമയ വാർത്താ അവതരണത്തിനിടെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഗാസയും വെസ്റ്റ് ബാങ്കിലും ലെബനോണിലുമടക്കം ഇറാന്റെ നയതന്ത്രവും നിലപാടുകളും സംപ്രേഷണം ചെയ്യുന്ന മൗത്ത് പീസായി ചാനൽ വർത്തിക്കുന്നുവെന്ന നിലപാടാണ് ഇസ്രയേലിന്. എന്നാൽ ആയുധസമ്പന്ന കേന്ദ്രമാണ് ലക്ഷ്യം വെച്ചതെന്ന് ഇസ്രയേൽ സേന വ്യക്തമാക്കുന്നു. ടെഹ്റാനിലെ ഡിസ്ട്രിക്ട് 3യിൽ ആക്രമണം നടത്തുമെന്നും എത്രയും വേഗം ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും കാനഡയിലെ G7 വേദിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. പിന്നീട് ടെഹ്റാനിലെ 12 ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതിനു പിന്നാലെ ടെഹ്റാനിലെ പ്രധാന നിരത്തുകളിലടക്കം വൻ തിരക്കും ഗതാഗത തടസ്സവും നേരിടുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കയുടെ നിർദ്ദേശം വകവയ്ക്കാതെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ കൊല്ലുമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖൊമേനിയെ വധിച്ച് ഭരണമാറ്റം കൊണ്ടുവരുന്നതോടെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷവും ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണിയും അവസാനിപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടലാണ് നെതന്യാഹു. ഗാസയിലെ ഹമാസ് നേതാക്കളെയും ഹിസ്ബുള്ള തലവന്മാരെയും കൊന്നൊടുക്കി നെതന്യാഹു പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണ് ഇത്. ഖൊമേനിയും കുടുംബവും രഹസ്യ സങ്കേതങ്ങളിലേക്ക് മാറിയെന്നാണ് സൂചന. എന്തായാലും G7 ഉച്ചകോടി പൂർത്തിയാക്കാൻ നിൽക്കാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചത് സാഹചര്യങ്ങളുടെ ഗൗരവം കൂട്ടുന്നു. ഇറാൻ യുദ്ധം ജയിക്കില്ലെന്നും എത്രയും വേഗം കരാറിലേക്കെത്തി രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ്. വെടിനിർത്തലിന് കരട് തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കെടുക്കില്ല എന്ന് ആവർത്തിക്കുന്നതിനിടയിലും അമേരിക്കൻ യുദ്ധക്കപ്പലായ നിമിറ്റ്സ് തെക്കൻ ചൈന കടലിടുക്കിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അമേരിക്കയെ കൂടാതെ തുർക്കിയും റഷ്യയും ഖത്തറും ഒമാനും യൂറോപ്യൻ യൂണിയനും സമാധാന മാധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ മണ്ണ് ഇതുവരെ കാണാത്ത ആക്രമണങ്ങൾക്ക് തയ്യാറാകാനാണ് ഇറാൻ ഏറ്റവും ഒടുവിലായി നൽകുന്ന ഭീഷണി. കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ ഇറാൻ ഇസ്രയേലിൽ നടത്തുമെന്ന ഭീഷണിക്ക് പിന്നാലെ ടെല്ലവീവിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശവും അപകട സൈറണും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാൻ ഇസ്രയേൽ സംഘർഷം ആരംഭിച്ച ശേഷം ഇറാനിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 70 പേരടക്കം 225 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഇസ്രയേലിൽ 20 പേർ മരിച്ചുവെന്നും. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും ഏറുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 110 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ആദ്യ സംഘം നാളെ ഡൽഹിയിലെത്തും. അർമേനിയൻ അതിർത്തി വഴിയാണ് വിദ്യാർത്ഥികളെ എത്തിക്കുക. 1500ഓളം വിദ്യാർത്ഥികൾ ഇറാനിൽ ഉണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ. അതേസമയം സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസികളും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികളടക്കം കർശനമായി പാലിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ടെൽ അവീവിലെയും ടെഹ്റാനിലെയും പുതിയതായി തുറന്ന പോർട്ടലുകളിൽ തങ്ങളുടെ സാന്നിധ്യം രജിസ്റ്റർ ചെയ്യണമെന്നും പശ്ചിമേഷ്യൻ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഇന്ത്യക്കാർ സംഘർഷ മേഖലകളിൽ പരമാവധി സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും യാത്ര ചെയ്യുകയോ പുറത്തിറങ്ങുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. ഡൽഹിയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് G7 ഉച്ചകോടി. മേഖലയിൽ സ്ഥിരതയും സമാധാനവും പുനഃസ്ഥാപിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ G7 രാഷ്ട്രത്തലവന്മാർ ആവശ്യപ്പെട്ടു. അതേസമയം സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടെന്നും ഉച്ചകോടി ഐക്യകണ്ഠേന വിലയിരുത്തി. നേരത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയിരുന്നു. സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാതെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയത്. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മടങ്ങുന്നുവെന്നാണ് വൈറ്റ് ഹൌസ് നൽകുന്ന വിശദീകരണം. ഇറാനെ ആണവായുധ നിർമ്മാണത്തിന് അനുവദിക്കില്ലെന്ന് ട്രംപ് ഉച്ചകോടിയുടെ ആദ്യ ദിനം തന്നെ ട്രൂത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇസ്രയേൽ ഇറാൻ സംഘർഷം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കാൻ ഡൊണാൾഡ് ട്രംപിന് സാധിച്ചാൽ അത് വലിയ നേട്ടമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രതികരിച്ചത്. ഉച്ചകോടിക്ക് മുൻപ് യുക്രൈൻ, റഷ്യ, ഇറാൻ, ഇസ്രയേൽ സംഘർഷങ്ങളിൽ ഇസ്രയേലിന് അനുകൂലമായ വികാരം പ്രകടമായിരുന്നുവെങ്കിലും ജപ്പാൻ ഇസ്രയേൽ നിലപാടുകളിൽ അസന്തുഷ്ടി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അവസാന ദിനം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അഭിപ്രായ സമന്വയമുണ്ടായി.
ഉച്ചകോടിയുടെ ആദ്യ ദിനം G7 കൂട്ടായ്മയിൽ നിന്ന് റഷ്യയെ പുറത്താക്കിയ നടപടി നിർഭാഗ്യകരമായെന്ന് ട്രംപ് പ്രസ്താവന ഇറക്കിയിരുന്നു. 2014 ക്രൈമിയയിൽ റഷ്യ അധിനിവേശം ഉറപ്പിച്ചതോടെയാണ് G8 നിന്ന് റഷ്യയെ പുറത്താക്കിയത്. ഇന്ന് ഉച്ചകോടിയുടെ അവസാന ദിനം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി, കനേഡിയൻ പ്രസിഡന്റ് ഷെയ്ൻ ബാം എന്നിവരുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നുവെങ്കിലും ട്രംപ് മടങ്ങിയതോടെ കൂടിക്കാഴ്ചകൾ റദ്ദാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. G7 ഉച്ചകോടിക്ക് സമാന്തരമായി ഇന്ത്യ-കാനഡ നയതന്ത്രതല ചർച്ച നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ. വഷളായ ഇന്ത്യ-കാനഡ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയേക്കും. തിരിച്ചു വിളിച്ച നയതന്ത്ര ഉദ്യോഗസ്ഥരെ വീണ്ടും നിയമിക്കാൻ ധാരണയാകുമെന്നും സൂചനയുണ്ട്. ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണത്തെ തുടർന്നാണ് 2023 സെപ്റ്റംബറിലെ നയതന്ത്ര തർക്കം ആദ്യം ആരംഭിച്ചത്. ഇത് രാജ്യങ്ങൾക്കിടയിൽ ദീർഘകാല നയതന്ത്ര സംഘർഷത്തിന് കാരണമായി. ഇരു രാജ്യങ്ങളും പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്നാരോപിച്ച് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിരുന്നു. പിന്നാലെ തങ്ങളുടെ പൗരന്മാരെ ഇരു രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിന് വിലക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കാനഡ ഇന്ത്യയിലെ 3 കോൺസുലേറ്റുകൾ അടച്ചുപൂട്ടി. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്ന സഞ്ജയ് കുമാർ വർമ്മയെയും മറ്റ് 5 നയതന്ത്രജ്ഞരെയും കാനഡ പുറത്താക്കിയിരുന്നു. തുടർന്ന് ഇന്ത്യയും 6 നയതന്ത്രജ്ഞരെ പുറത്താക്കി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. കണ്ണൂരും കാസർഗോഡും ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. ചെലാനം കണ്ണമാലി ഭാഗത്ത് കടലേറ്റം രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി വീട്ടുസാധനങ്ങൾ അടക്കം ഒലിച്ചുപോകുന്ന അവസ്ഥയാണ്. 4 ദിവസമായി തുടരുന്ന കടലേറ്റത്തിൽ പ്രദേശത്തെ ഭൂരിഭാഗം വീടുകളും വെള്ളക്കെട്ടിലായി. ചെറിയ കടവ്, കമ്പനിപ്പടി, കട്ടിപ്പറമ്പ്, മാനാശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിലും ശക്തമായ കടലേറ്റമാണ് അനുഭവപ്പെടുന്നത്. ഇവിടങ്ങളിൽ പലയിടത്തും താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുള്ള കടൽ ഭിത്തി തകർന്നു കിടന്നു. കനത്ത മഴയിൽ കാസർഗോഡ് കൂളങ്ങാട്ട് മലയിൽ 80 മീറ്റർ വ്യാസത്തിൽ വിള്ളലുണ്ടായി. ഹൊസ്ദുർഗ് തഹസിൽദാറുടെ നേതൃത്വത്തിൽ NDRF സംഘം കൂളങ്ങാട്ട് മലയിലെത്തി പരിശോധനകൾ നടത്തി. പ്രദേശത്ത് കൂറ്റൻ കല്ലുകൾ ഇളകി നിൽക്കുന്നതിനാൽ കൂടങ്ങാട് മലയോട് ചേർന്ന് ജവാൻ നഗറിലെ 6 കുടുംബങ്ങളോട് മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചി ഡൽഹി വിമാനത്തിന് ബോംബ് ഭീഷണി. ഇൻഡിഗോ വിമാനം നാഗ്പൂരിൽ ഇറക്കി. യാത്രക്കാരെ മാറ്റിയ ശേഷം പരിശോധന നടത്തി. രാവിലെ 9:20 പുറപ്പെട്ട വിമാനമാണ് അടിയന്തരമായി നാഗ്പൂരിൽ ഇറക്കിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കായിക വാർത്ത നോക്കാം. വീണ്ടും ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം. അടുത്ത വർഷം ജനുവരിയിൽ ഇന്ത്യ ന്യൂസിലാൻഡ് T20 മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. BCCIയുടെ അറിയിപ്പ് ലഭിച്ചതായും വൈകാതെ തയ്യാറെടുപ്പുകൾ തുടങ്ങുമെന്നും KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. 2026 ജനുവരിയിലാണ് 3 ഏകദിനം 5 T20 മത്സരങ്ങൾ ഉൾപ്പെടുന്ന പരമ്പരയ്ക്കായി ന്യൂസിലാൻഡ് ടീം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആദ്യം ഏകദിന മത്സരങ്ങളും പിന്നീട് T20 എന്ന തരത്തിലുമാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാം ഏകദിനം ജനുവരി 11 ബറോഡയിൽ നടക്കും. ജനുവരി 21 നാഗ്പൂരിലാണ് ആദ്യ T20 മത്സരം. പരമ്പരയിലെ അവസാന മത്സരം ജനുവരി 31 ഈ മത്സരത്തിനാണ് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാവുക. വേദി സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ച സാഹചര്യത്തിൽ മറ്റ് നടപടികൾ കടക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി പറഞ്ഞു. ജനുവരി 31 കളി നടത്താൻ വേണ്ടിയിട്ടാണ്. ജനുവരി 31 ഇന്ത്യ ന്യൂസിലാൻഡ് സീരീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു T20 ആണ് ഈ KCAക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. ഇനി അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ഗ്രീൻഫീൽഡിൻ്റെ അകത്തുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ ഞങ്ങൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീൻഫീൽഡ് ഗ്രൗണ്ട്. അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ആ സമയമാകുമ്പോഴത്തേക്കും അത് ഗ്രൗണ്ട് പൂർണ്ണതോതിൽ കളിക്കാൻ വേണ്ടി സജ്ജമായ രീതിയിലേക്ക് ആക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്ന 7ാമത്തെ രാജ്യാന്തര മത്സരമാകും ഇന്ത്യ കിവീസ് പോരാട്ടം. 2017 ഇന്ത്യ കിവീസ് പോരാട്ടം തന്നെയായിരുന്നു സ്റ്റേഡിയത്തിലെ ആദ്യ മത്സരം. ഇതുവരെ 4 T20യും 2 ഏകദിനങ്ങളും സ്റ്റേഡിയത്തിൽ നടന്നു. ഇക്കഴിഞ്ഞ ലോകകപ്പ് ക്രിക്കറ്റിന്റെ സന്നാഹ മത്സരങ്ങൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നടന്നത്. T20 ലോകകപ്പ് വരാനിരിക്കെ കാര്യവട്ടത്തെ പോരാട്ടം നിർണായകമാണ്. ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര T20 തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഓപ്പണിംഗ് റോളിൽ സഞ്ജു V. സാംസൺ എത്തുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നു. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.